ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്ക് നോക്കാം. അഡ്രിനർജിക് ഡ്രഗ്സ്. Adrenergic drugs are also known as sympathomimetics. Adrenergic drugs are the drugs which produce effects similar to adrenergic neurotransmitters. അഡ്രിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സെയിം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. അഡ്രിനർജിക് ഡ്രഗ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ജനറൽ ക്ലാസിഫിക്കേഷനുണ്ട്, തെറാപ്യൂട്ടിക് ക്ലാസിഫിക്കേഷനുണ്ട്. നമുക്ക് ഫസ്റ്റ് ജനറൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. General classification of adrenergic drugs include direct sympathomimetics, indirect sympathomimetics, and mixed action sympathomimetics. Direct sympathomimetics. They act directly as agonists on alpha or beta adrenoreceptors. അഡ്രിനോറിസെപ്റ്റേഴ്സ് ആയ ആൽഫ അല്ലെങ്കിൽ ബീറ്റ റിസെപ്റ്റേഴ്സിൽ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ഡയറക്റ്റ് സിമ്പത്തോമിമെറ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ, ഫിനൈലെഫ്രിൻ, മെത്തോക്സമൈൻ, സൈലോമെറ്റസോളിൻ ആൻഡ് സാൽബ്യൂട്ടമോൾ. Indirect sympathomimetics. These are the drugs which act on adrenergic neurons to release noradrenaline, which then act on adrenoreceptors. അഡ്രിനർജിക് ന്യൂറോൺസിൽ ആക്ട് ചെയ്ത് നോറഡ്രിനാലിൻ റിലീസ് ചെയ്യിപ്പിക്കുന്നു. ഈ നോറഡ്രിനാലിനാണ് ദെൻ അഡ്രിനോ റിസെപ്റ്റേഴ്സിൽ പോയി ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഇൻഡയറക്റ്റ് സിമ്പത്തോമിമെറ്റിക്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവ ഡയറക്റ്റായിട്ട് അഡ്രിനോ റിസെപ്റ്റേഴ്സിൽ പോകുന്നില്ല. പകരം നോറഡ്രിനാലിനെ റിലീസ് ചെയ്യിപ്പിച്ച് നോറഡ്രിനാലിനാണ് അഡ്രിനോ റിസെപ്റ്റേഴ്സിൽ പോയി ആക്ട് ചെയ്യുന്നത്. ഈ ഇൻഡയറക്റ്റ് സിമ്പത്തോമിമെറ്റിക്സിന് എക്സാമ്പിളാണ് ടൈറമിനും ആംഫിറ്റമൈനും. നെക്സ്റ്റ് വൺ ഈസ് മിക്സഡ് ആക്ഷൻ സിമ്പത്തോമിമെറ്റിക്സ്. They act directly as well as indirectly. ഡയറക്റ്റ്ലിയും അതുപോലെ ഇൻഡയറക്റ്റ്ലിയും ആക്ട് ചെയ്യാൻ കഴിവുള്ളവയാണ് മിക്സഡ് ആക്ഷൻ സിമ്പത്തോമിമെറ്റിക്സ്. ദേ ഇൻക്ലൂഡ് എഫിഡ്രിൻ, ഡോപ്പമൈൻ ആൻഡ് മെഫിൻറ്ററമൈൻ. ജനറൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് തെറാപ്യൂട്ടിക് ക്ലാസിഫിക്കേഷൻ. തെറാപ്യൂട്ടിക് ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് കൂടെ യൂസസും കൂടെ നോക്കിപ്പോവാം. Therapeutic classification include pressor agents, cardiac stimulants, bronchodilators, nasal decongestant, CNS stimulants, anorectics, and uterine relaxant and vasodilators. Pressor agents. These are the drugs which are used to increase the blood flow, thereby increases the BP. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് പ്രഷർ ഏജൻസ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പ്രഷർ ഏജൻസ് ആണ്. എക്സാമ്പിൾ ഓഫ് പ്രഷർ ഏജൻസ് ആർ നോറഡ്രിനാലിൻ, എഫിഡ്രിൻ, ഡോപ്പമൈൻ, ഫിനൈലെഫ്രിൻ, മെത്തോക്സമൈൻ ആൻഡ് മെഫിൻറ്ററമൈൻ. Cardiac stimulants. These are the drugs which stimulates the heart, generally used in cardiac arrest and myocardial infarction. കാർഡിയക് അറസ്റ്റ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ പോലുള്ള കണ്ടീഷനിൽ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് കാർഡിയക് സ്റ്റിമുലൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ അഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ ആൻഡ് ഡോബ്യൂട്ടമൈൻ. നെക്സ്റ്റ് വൺ ഈസ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്, ജനറലി യൂസ്ഡ് ഇൻ ബ്രോങ്കിയൽ ആസ്മ ആൻഡ് COPD. എക്സാമ്പിൾ ഐസോപ്രിനാലിൻ, സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടാലിൻ ആൻഡ് സാൽമെട്രോൾ. നേസൽ ഡീകൺജസ്റ്റന്റ്. എക്സാമ്പിൾ phenylephrine, xylometazoline, oxymetazoline, nafazolin, pseudoephedrine and phenylpropanolamine. CNS stimulants. Example amphetamine, dexamphetamine and methamphetamine. These CNS stimulants are generally used during epilepsy condition, in narcolepsy and in Parkinsonism. എപ്പിലെപ്സി കണ്ടീഷനിൽ സെഡേറ്റീവ് ആക്ഷൻ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CNS സ്റ്റിമുലൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ആൻറ്റി എപ്പിലെപ്റ്റിക്സ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സെഡേറ്റീവ് ആക്ഷൻ കൗണ്ടറാക്ട് ചെയ്യാനായിട്ടാണ് ആംഫിറ്റമിൻ പോലുള്ള CNS സ്റ്റിമുലൻസ് കഴിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അനോറക്റ്റിക്. അനോറക്റ്റിക് ജനറലി റെഡ്യൂസസ് appetite, thereby controls obesity in obese patients.
ഓക്കെ, ഫുഡ് കൺസപ്ഷൻ കൺട്രോൾ ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണ് അനോറക്റ്റിക്സ് പൊതുവെ ചെയ്യുന്നത്. എക്സാമ്പിൾ ഫെൻഫ്ലൂറമൈൻ, ഡെക്സ്ഫെൻഫ്ലൂറമൈൻ ആൻഡ് സിബുട്ടറമൈൻ. Last one is uterine relaxant and vasodilators. Example ritrodrin, salbutamol, terbutalin and isosoprin. Isosoprin has been used in threatened abortion and dysmenorrhea.